കേരള സർവകലാശാല കലോത്സവത്തിലെ സംഘർഷത്തിന് പിന്നിൽ പാളയം എസ്എഫ്ഐ ഏരിയ കമ്മിറ്റിയെന്ന് എസ്എഫ്ഐ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനം. പാളയം ഏരിയ കമ്മിറ്റിയെ നിയന്ത്രിക്കുന്നത് കത്തിക്കുത്ത് കേസിലെ പ്രതിയടക്കമുള്ള ഗുണ്ടാ സംഘമാണ്. ഒരു മത്സരം റദ്ദാക്കാൻ ആവശ്യപ്പെട്ട് അപ്പീൽ കമ്മിറ്റിയിലെ DSSനെ എസ്എഫ്ഐ പാളയം ഏരിയ കമ്മിറ്റി കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. സംഘർഷം തടയാൻ ശ്രമിച്ച യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനെയും ജില്ലാ കമ്മിറ്റി അംഗങ്ങളെയും എസ്എഫ്ഐ പാളയം ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ മർദ്ദിച്ചെന്നും വിമർശനമുണ്ട്. എസ്എഫ്ഐ സംസ്ഥാന പ്രസിഡന്റും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്ത യോഗത്തിലാണ് വിമർശനം ഉയർന്നത്. അഞ്ജു ജയപ്രകാശ് നൽകും കൂടുതൽ വിവരങ്ങൾ. അഞ്ജു ജയപ്രകാശ്, തല്ലിച്ചതച്ചതിന് പിന്നിൽ സംഘടനയ്ക്കുള്ളിൽ തന്നെ ഭിന്നാഭിപ്രായങ്ങൾ വരികയാണോ? ആർക്കെതിരെയാണ് വിരൽ ചൂണ്ടുന്നത്? സർവകലാശാല കലോത്സവത്തിലെ സംഘർഷത്തിന്റെ പുതിയ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കോഴ വിവാദത്തെക്കാൾ തലവേദനയായിരിക്കുകയാണ് SFIയുടെ തമ്മിൽ തല്ല് എന്ന് വേണമെങ്കിൽ പറയാം. ഈ സംഘർഷത്തിന് പിന്നിൽ പാളയം SFI ഏരിയ കമ്മിറ്റിയാണെന്നാണ് ജില്ലാ കമ്മിറ്റി വിമർശനമുയർത്തുന്നത്. അതായത് പാളയം ഏരിയ കമ്മിറ്റിയെ നിയന്ത്രിക്കുന്നത് കത്തിക്കുത്ത് കേസിലെ പ്രതിയടക്കമുള്ള ഗുണ്ടാ സംഘമാണ്. അവർക്ക് പിന്തുണയായിട്ട് ജില്ലയിലെ പല നേതാക്കളും ഉണ്ടെന്നാണ് ഇന്നലെ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പ്രധാനമായും വിമർശനമുയർന്നത്. ഈ കലോത്സവത്തില് 2 മത്സരങ്ങൾ റദ്ദ് ചെയ്തുള്ള അപ്പീൽ കമ്മിറ്റിയുടെ തീരുമാനം ആ തീരുമാനത്തെ യൂണിവേഴ്സിറ്റി കോളേജ് നേതൃത്വം നൽകുന്ന പാളയം ഏരിയ കമ്മിറ്റി എതിർത്തിരുന്നു. എന്നാൽ തങ്ങളുടെ ആവശ്യം മൂന്നാമതൊരു മത്സരം കൂടി റദ്ദാക്കണമെന്നായിരുന്നു. അതായത് ഒരു നാടൻപാട്ട് മത്സരം റദ്ദാക്കണമെന്നായിരുന്നു യൂണിവേഴ്സിറ്റി കോളേജിന്റെ ആവശ്യം. അവരത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടതിന് പിന്നിൽ മറ്റൊരു കാരണമുണ്ട്. കാരണം അതുകൂടി റദ്ദായാൽ ഇവരുടെ പോയിന്റ് നിലയിൽ ഉയർച്ച ഉണ്ടാവും എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു ചൂണ്ടിക്കാട്ടിയിരുന്നത്. എന്നാൽ ഇത് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പാളയം ഏരിയ കമ്മിറ്റി ഇത് ചൂണ്ടിക്കാട്ടി DSSന് ഉൾപ്പെടെ എത്തരത്തിൽ പിൻവലിക്കണം, മൂന്നാമതൊരു മത്സരം കൂടി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. DSS അത് സമ്മതിച്ചില്ല. പിന്നീടാണ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നത്. DSSനെ പാളയം ഏരിയ കമ്മിറ്റി ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. ആ കയ്യേറ്റം ചെയ്യുന്നത് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തടയാൻ ശ്രമിച്ചു. ആ തടയാൻ ശ്രമിച്ചതിനിടെ യൂണിവേഴ്സിറ്റി ചെയർമാനും ഒപ്പം ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മർദ്ദനമേൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കൃത്യമായി ജില്ലാ കമ്മിറ്റിയിൽ ഇന്നലെ പ്രശ്നം ചർച്ചയായിട്ടുണ്ട്. ഇതിന് പിന്നാലെയായി തന്നെ പരാതിയുമായി മുന്നോട്ട് പോകാൻ അടക്കമാണ് ഈ ജില്ലാ കമ്മിറ്റി നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. കാരണം പാളയം ഏരിയ കമ്മിറ്റിക്ക് ജില്ലാ കമ്മിറ്റിയെ പേടിയില്ലാത്ത രീതിയിൽ, ജില്ലാ കമ്മിറ്റിയോട് സഹകരണമില്ലാത്ത രീതിയിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ അടക്കം നോക്കി നിൽക്കെയാണ് ഈ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ കയ്യേറ്റം ചെയ്തത് എന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. സംഘർഷം തടയാൻ എത്തിയതിനാണ് ഈ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്ക് മർദ്ദനമേൽക്കേണ്ടി വന്നിട്ടുള്ളത്. ഈ കാര്യങ്ങൾ അടക്കമാണ് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഇന്നലെ വിമർശനം ഉയർന്നത്. SFI സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീയും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്ത ഒരു യോഗത്തിലാണ് സുജയ ഈ വലിയ പ്രശ്നം ചർച്ചയാകുന്നത്. സംഘർഷത്തിന് പിന്നിൽ ഇത്തരത്തിൽ വലിയൊരു കഥയുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. എന്തായാലും ഇനി തല്ലിയ അംഗങ്ങൾക്കെതിരെ നടപടിയുമായിട്ട് മുന്നോട്ടേക്ക് പോകാനുള്ള തീരുമാനത്തിലാണ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളുള്ളത്. ഗുരുതരമായിട്ടുള്ള വിമർശനമാണ് ഈ പാളയം ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്കടക്കമുള്ളത്. കാരണം യൂണിവേഴ്സിറ്റി കോളേജിലടക്കം കത്തിക്കുത്ത് കേസിലെ പ്രതിയടക്കം നിരവധി പേർ ഇപ്പോഴും താമസിക്കുന്നുണ്ട്. അവരടക്കമാണ് ഈ പാളയം ഏരിയ കമ്മിറ്റിയെ നിയന്ത്രിക്കുന്നത്. ആ ഗുണ്ടാ സംഘങ്ങളായിട്ട് അവർ പ്രവർത്തിക്കുകയാണെന്നും അവർക്ക് പിൻബലമായിട്ട് പല നേതാക്കളും ജില്ലയിൽ ഉണ്ടെന്നടക്കമുള്ള വിമർശനമാണ് ഇന്നലെ ജില്ലാ കമ്മിറ്റിയിൽ ഉയർത്തിയത്. വിഷയം ഗൗരവപൂർവ്വം കൈകാര്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ആണ് ജില്ലാ കമ്മിറ്റിയിൽ ഇന്നലെ വിമർശനം ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ അഞ്ജു.